ഞാൻ എടുത്ത് പറയാൻ കാരണം, തൃപ്പേര സെൻറ്ററിൽ ടെലിഫോൺ പോസ്റ്റിൽ അർദ്ധരാത്രിയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഞാൻ ഒറ്റയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നിൽ നിന്ന് ഒരാൾ വന്ന് താങ്ങിത്തരാണ്. ആ താങ്ങ് ആരെന്ന് ശ്രദ്ധിക്കാൻ നിൽക്കാതെ ഞാൻ കെട്ടിത്തീർക്കുകയായിരുന്നു. കെട്ടിത്തീർന്ന് നോക്കിയപ്പോ ബാബുവാണ്. അദ്ദേഹം എന്നോട് ആ നിമിഷം തന്നെ നന്മയുടെ അംഗത്വം ആവശ്യപ്പെട്ടു എന്നതാണ്. ഇത്രയും കാലത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു മെമ്പർഷിപ്പ് ചോദിച്ച ഒരു വ്യക്തിയാണ് ഹിമ ബാബു. മറ്റു പലരിടത്തും പല പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട്. ആകാം, എടുക്കാം, സമയമുണ്ട് എന്നൊക്കെ തന്നെ. അപ്പൊ അതെനിക്ക് മറക്കാൻ കഴിയില്ല. മറ്റൊന്ന്, 2006 രൂപം കൊണ്ട മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ കഴിഞ്ഞ ഇത്രയും വർഷത്തെ പ്രവർത്തന ഫലമായി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കോവിഡിന് ശേഷം 6 or 7 നിവേദനങ്ങൾ ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു. അതിന് കാര്യമായ മറുപടിയും തന്നില്ല. ഈ മാസം 5-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ സമരം നടത്തിയിരുന്നു. ആ സമരം നടന്നതിന്റെ ഫലമായി കൊടുത്ത നിവേദനത്തിലാണ് ഡാൻസ് സ്കൂളുകളും സംഗീത ക്ലാസുകളും ആരംഭിക്കാൻ അനുമതി കൊടുത്തത്. മറ്റൊന്ന്, സിനിമാ തിയേറ്ററുകൾ തുറക്കാം, വിരോധമില്ല. 250 ആളെ വെച്ച് പരിപാടി നടത്താൻ വിരോധമില്ല. പക്ഷെ ഒരു കലാപ്രകടനം കാഴ്ചവെക്കാൻ അനുമതി തന്നിട്ടില്ല ഇതുവരെ. ഡാൻസ് ക്ലാസും സംഗീത ക്ലാസും ഓൺലൈനിലാണ് നടത്തുന്നത്. ഓഫ്ലൈനിൽ നടത്തുന്ന അത്രയും ശരിയായ ക്ലാസ് ഓൺലൈൻ നടക്കുന്നില്ല. അത് പല അധ്യാപകരും പറയും. നവംബർ 1-ാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നു, 25-ാം തീയതി മുതൽ തിയേറ്റർ തുറന്നു. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ എത്തിച്ചേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാന്യ കൊല്ലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ സഹർഷം സ്വാഗതം ചെയ്യും. ചടങ്ങിന് സ്വാഗതം പറഞ്ഞ നന്മ നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സന്മ അശോക്, അധ്യക്ഷത വഹിച്ച മൻമോഹൻ, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരനായ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ദിനേശേട്ടൻ, അതുപോലെ ചന്ദ്രശേഖരൻ, ഹിമ ബാബു, ശാന്തി എത്തിയിട്ടില്ല. മറ്റ് ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും നമസ്കാരം. മലയാള കലാകാരന്മാരുടെ ഒരു നാട്ടിക മേഖലയിലെ മേഖലയിലെ സംഘടനയായ നന്മ ഒരു കലാസംഘടന കാര്യങ്ങൾ അത്രയധികം സജീവമായിരുന്ന ആളല്ല ഞാൻ. പ്രത്യേകിച്ചും കൊല്ലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷയായ എന്നൊരു നിലയിൽ ഇതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ കർത്തവ്യം നിർവഹിക്കുവാനായി സംഘടന എന്നെ ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഒട്ടനവധി വേദികൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഗബ്ബർ സിംഗിന്റെ ഈ ഒരു സൗണ്ട് വെച്ചിട്ട് പാട്ട് പാടാൻ നോക്കില്ല. ഒരു പ്രത്യേക കലകളുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോ ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന മറ്റ് രണ്ട് പേര് പ്രസിഡന്റുമാരാണ്. ഒന്ന് ശാന്തിവാസി ചേച്ചിയും ഒന്ന് ദിനേശേട്ടൻ. ഞാൻ അറിയപ്പെടുന്ന ഒരു
ഏറ്റവും നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. പിന്നെ നാടക വേദികളിൽ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ദിനേശ് ചേട്ടനെ ആദ്യമായി കാണുന്നതും. അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നല്ലൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. എന്നിരുന്നാൽ പോലും അത്തരത്തിലുള്ള മേഖലകളിൽ സജീവമായിരുന്ന ആളുകൾ പോലും കലാകായിക മേഖലകളിൽ വളരെയധികം നല്ല പങ്കാളിത്തം വഹിക്കുന്നവർ. ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായ നാട്ടിക മേഖലയുടെ നന്മ, പ്രത്യേകിച്ച് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു ഇമാ ബാബുവിനെ കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയാം. ബാബുവേട്ടന് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഇമ സ്റ്റുഡിയോ. വളരെ ചെറുപ്പത്തിൽ തന്നെ വളപ്പാട് ഹൈസ്കൂളിൽ പഠിച്ച ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാം ബാബുവേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ വളപ്പാട് പഞ്ചായത്തിന്റെ അധ്യക്ഷ ചുമതലയേറ്റതിനു ശേഷം പരിചയപ്പെട്ട വ്യക്തികൾ പലരും ഈ നാട്ടിക നന്മ സംഘടനയിൽ അംഗങ്ങളാണ്. ഏങ്ങന്നൂർ ചന്ദ്രശേഖരേട്ടൻ, അതുപോലെ റൌഫ് ചേറ്റുവ, അതുപോലെ ഉമ്മർ പടവിന്, കുഞ്ഞിനെ മാഷിന്റെ സ്മാരക വേദികളിൽ നടക്കുന്ന പലവിധ പരിപാടികളിൽ സെക്രട്ടറിക്കറിയാം. ഇത്തരം ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇത്തരം ഒരു അധ്യക്ഷ ചുമതല ഏറ്റതിനു ശേഷമാണ് ഇതുപോലെയുള്ള സംഘടനാ മേഖലകളിലുള്ള ആളുകളുമായി സംവദിക്കാനും അവരുമായി കൂടുതൽ അത്തിരിഞ്ഞ് പരിചയപ്പെടുവാനും സാധിച്ചത്. പ്രത്യേകിച്ചും ഇതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വിളിച്ചതിന് പ്രത്യേകം ഇതിന്റെ നാട്ടിക നന്മ സംഘടനയോട് പ്രത്യേകം ഞാൻ എൻ്റെ ആദരവ് അർപ്പിക്കുകയാണ്. ഒപ്പം ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ചടങ്ങിൽ നിന്ന് പോവുകയാണ്. ഒരു 2 മിനിറ്റ് കൂടി ഇരുന്നിട്ട് ഞാൻ പോകും. എനിക്ക് പ്രത്യേകമായിട്ട് ഒരു പേഴ്സണൽ കാര്യമുണ്ട്. നവംബർ 1 സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്കൂളുകളും ഇന്നോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് ഇന്ന് ഒരുങ്ങുകയാണ് കുട്ടികളെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ സന്ദർശനം ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് സ്കൂൾ സന്ദർശനം ആവശ്യമാണ്. അപ്പോൾ പ്രസിഡന്റുമാര് എല്ലാവരും ഒത്തിരി തിരക്കിലാണ്. എനിക്ക് തോന്നുന്നു ശാന്തിയേച്ചും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം വേദിയിൽ നിന്ന് സന്നിധരായത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ മൊമെന്റും ഏറ്റുവാങ്ങാൻ വന്ന എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ സംഘടനയുടെ പേര് എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബാലയരങ്ങ് കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു കലാമത്സരം നടത്താൻ തീരുമാനിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് തീർച്ചയായും കുട്ടികളാണ്. പലപ്പോഴും അവർക്ക് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ മടി പിടിച്ച് ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടാവും. ചിലപ്പോൾ സ്കൂളിൽ പോകാൻ ചിലപ്പോൾ വല്ല മടി, ചിലപ്പോൾ മറ്റു സഹപാഠികളായിട്ട് എന്തെങ്കിലും എന്താ പറയുക ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് ചില പ്രശ്നങ്ങൾ, അങ്ങനെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ മുന്നിൽ സ്കൂള് പോലും ഇല്ലാതെ ആയിപ്പോയ സമയത്ത് അവര് അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദം അത് വളരെ വലുതായിരുന്നു. ആ സമയത്താണ് നമ്മൾ നന്മ പോലുള്ള സംഘടന ബാലയരങ്ങിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് കലോത്സവം നടത്തണം എന്ന് തീരുമാനിച്ചത്. കാരണം സ്കൂളിലാണെങ്കിൽ നമുക്ക് സംസ്ഥാന കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കലോത്സവമാണ്. ആ കലോത്സവം വരെ ഒന്നും നടക്കാത്ത സമയത്ത് കുട്ടികളുടെ സർഗവാസന എങ്ങനെ ഉണർത്തിയെടുക്കാം എന്നുള്ള ആലോചനയിലാണ് ഈ കലാമത്സരം തുടങ്ങി വെച്ചത്. അതിനു മുമ്പ് നമ്മൾ നന്മ ഒരുപാട് ബാലയരങ്ങിന് വേണ്ടി ഒരുപാട് ക്യാമ്പുകൾ കുട്ടികളുടെ സർഗശേഷി ഉണർത്തുന്ന പല മാതിരിയുള്ള ക്യാമ്പുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിൽ മൊത്തം നടത്താനുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിച്ച സമയത്താണ് കോവിഡ് വന്നത്. അതിനു മുമ്പ് നമ്മൾ ക്യാമ്പിൽ പല കുട്ടികളും പലരും ഇപ്പോൾ സംഗീതമായാലും നൃത്തമായാലും നാടകമായാലും മറ്റു ക്ലാസ്സുകളും, അതായത് കുട്ടികളെ പുരോഗമനപരമായി ചിന്തിക്കാൻ, അതായത് ഒരുപാട് കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് പോവാതെ ഇരിക്കാൻ,
ഒരു സഹജീവികളെ സ്നേഹിക്കാൻ, ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ വലിയ വലിയ പ്രതീക്ഷകൾ ഉണർത്തി ഇട്ടിരിക്കുന്ന ക്യാമ്പുകളാണ് ബാലയരങ്ങ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ബാലയരങ്ങിന്റെ ഈ കലോത്സവമായി വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ, കേരളം ഒട്ടാകെ ഒരു 12,000-ഓളം കുട്ടികൾ ഈ കലാമത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. 12,000 കുട്ടികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഇതിനു വേണ്ടി പങ്കെടുത്തു. അപ്പോ ഇതൊരു വൻ വിജയമായിരുന്നു. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല. നിങ്ങൾക്കറിയാം, കോവിഡ് കാരണമായിരുന്നു അത്. ഇങ്ങനെ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നേരിട്ട് മുഖാമുഖം കാണുന്നതും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതും. ഇത്തവണ 2021 ബാലയരങ്ങ് സംസ്ഥാന തലത്തിൽ കലാമത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതും എൽ പി മുതൽ സ്റ്റേറ്റിന് മത്സരമുണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ തവണ എൽ പിക്ക് ഈ മേഖലയിലുള്ള മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മത്സരം ഇല്ലായിരുന്നു. യു പിക്കും ഹൈസ്കൂളിലൊക്കെയാണ് ജില്ല വരെ പോയത്. ജില്ല ഹയർ സെക്കൻഡറി സ്റ്റേറ്റിലേക്കൊക്കെ പോയത്, ഹൈസ്കൂളും. അപ്പൊ ഇത്തവണ എൽ പി മുതൽ എല്ലാ മത്സരങ്ങളും സ്റ്റേറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മേഖലയിൽ മത്സരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം ഒന്നും കൂടി റീഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടി ഇത്തവണയുണ്ട്. ഇപ്പൊ നമ്മളൊരു ഡാൻസ് കളിച്ചു, മേഖലയിൽ കിട്ടി, അപ്പൊ ജില്ലയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി നന്നാവണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാക്കി ചെയ്യാം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ട്. അതിന് നമ്മൾ ജില്ലയിലേക്ക് കിട്ടിയവർക്ക് വീണ്ടും ഒരു തവണ കൂടി റെക്കോർഡ് ചെയ്തിട്ട് അയക്കാനുള്ള സന്ദർഭമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഒരു രീതിയിലുള്ള ഫീസോ അത്തരം കാര്യങ്ങളോ ഒന്നും വാങ്ങിയിരുന്നില്ല, രജിസ്ട്രേഷൻ ഫീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത്രയധികം കുട്ടികൾ പങ്കെടുത്തു, സന്തോഷം. പക്ഷെ ഇത്തവണ നിങ്ങൾക്കറിയാം, ഇപ്പൊ തന്നെ നോക്ക്, ഇവിടെ തന്നെ നോക്ക്, എത്ര ഭാരിച്ച ചെലവാണ് നമുക്ക് ഇതിന്റെ പിന്നിൽ വരുന്നത്. ഓരോ സംഘങ്ങൾക്കും ഓരോ മേഖലയ്ക്കും ഒരുപാട് ചെലവുകൾ വരുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് അത് ജഡ്ജ് ചെയ്യാൻ കൊടുക്കാൻ, അങ്ങനെ അഭിനയകർത്താക്കൾക്ക് അതും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഒരുപാട് പൈസയുടെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ സംസ്ഥാന കമ്മിറ്റി ഇത്തവണ ഒരു തീരുമാനമെടുത്തു. ഒരു 100 രൂപ ആണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് നമ്മൾ ഇത്തവണ വാങ്ങുന്നത്. എന്നിട്ട് ഒരു മത്സരത്തിന്, ഒരു പരിപാടിക്ക് ഒരു കുട്ടി 100 രൂപ അടയ്ക്കണം. 3 മത്സരത്തിൽ കുട്ടിക്ക് പങ്കെടുക്കാം. ഓരോ മത്സരത്തിനും 100 രൂപ വീതം അടയ്ക്കണം. അങ്ങനെയാണ് ഇത്തവണത്തെ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക, ഗ്രൂപ്പ് ഐറ്റം ഒന്നും ഇല്ല, നിങ്ങൾക്കറിയാം. ഗ്രൂപ്പായിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഇപ്പോൾ ഒരു നാടകമോ ഗ്രൂപ്പ് ഡാൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഐറ്റങ്ങളില്ല, സിംഗിൾ ഐറ്റമാണ് നിങ്ങൾക്ക് വളരെയധികം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണുള്ളത്. അതിൽ തന്നെ ചില ഐറ്റങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ നോക്കിയപ്പോൾ ഓട്ടംതുള്ളൽ, കഥകളി അതെല്ലാം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഈ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചെറിയ നമ്പർ, അതായത് കുറച്ച് കുട്ടികളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ തീരെ ചെറിയ കുറച്ച് കുട്ടികൾ പങ്കെടുത്ത ഐറ്റം നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇന്ന് ഇപ്പോ ഞാൻ എല്ലാ മേഖലകളിലേക്കും ഇതിന്റെ ക്രൈറ്റീരിയ, നിബന്ധനകളും അതിന്റെ ഗൂഗിൾ ഫോമിലാണ് അത് ഓൺലൈനിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓൺലൈനിൽ തന്നെ ഒരു ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് കയറാം. അതിന്റെ രജിസ്ട്രേഷൻ ഫോമൊക്കെ ഞാൻ ഇന്നിപ്പോ ഇവിടെ നാട്ടിക മേഖലയാണെങ്കിൽ ഇന്ന് അയച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് അവരാ ഗ്രൂപ്പിലിടും. ഗ്രൂപ്പിൽ എല്ലാ കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഗ്രൂപ്പിലിടും. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം. ഇപ്പൊ പങ്കെടുക്കാത്ത പല കുട്ടികളോട് പറയണം. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്കൊക്കെ എല്ലാവരോടും നിങ്ങൾ പറയണം. നമ്മുടെ തൃശ്ശൂർ കഴിഞ്ഞ കൊല്ലം എന്താ പറയാ, നമ്മൾ പോയിന്റ് നിലവാരത്തിൽ ഒരുപക്ഷെ 3-ാം സ്ഥാനത്താണ് വന്നത്. കോഴിക്കോട് ആയിരുന്നു 1-ാം സ്ഥാനത്ത് വന്നത്. എന്തായാലും ഇത്തവണ നമുക്ക് നമ്മുടെ കുട്ടികൾ 1-ാം സ്ഥാനത്തേക്ക് വരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഇപ്പോ നമ്മുടെ നന്മയുടെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ ശ്രീമാൻ രവി കച്ചേരി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നന്മയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ബാലയരങ്ങിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, നന്ദി, താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ ഇന്ന് ആദരിക്കപ്പെടേണ്ട മാന്യ വ്യക്തികൾ സദസ്സിലിരിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മിസ്റ്റർ ദിനേശ് നാട്ടിക, എങ്ങനെയോ ചന്ദ്രശേഖരൻ, ഹിമ ബാബു, പഴൽ ഗോപിനാഥ്, റൌഫ് ചേറ്റുവ, മല്ലികാദേവൻ, ആലില മുരളി, ആരഭി വിദ്യാധരൻ. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീമാൻ രവി കച്ചേരിയെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വേദിയിൽ ആദരിക്കപ്പെടുന്ന കലാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഈ കലാമത്സരത്തിൽ പങ്കെടുത്ത് സംസ്ഥാന തലം വരെ വിജയികളായി വന്ന മേഖല, ജില്ലാ, സംസ്ഥാന കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, നന്മയുടെ മേഖല ഭാരവാഹികൾ, പ്രിയപ്പെട്ട അംഗങ്ങൾ, എല്ലാവർക്കും നന്മ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ. ഇതൊരു തടസ്സമാണ്, അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയും. ഈ കലോത്സവത്തെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി കലോത്സവ ജില്ലാ കൺവീനറും സംസ്ഥാന ബാലയരംഗ കമ്മിറ്റി അംഗവുമായ ശ്രീ ബാലകൃഷ്ണൻ മാഷ് വിശദമായി സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നിവിടെ പങ്കെടുക്കുന്ന ഒരുപക്ഷെ രക്ഷിതാക്കളും കുട്ടികളും ഒഴിച്ചുള്ള ഏതാണ്ട് എല്ലാവരും, ഈ വേദിയിലിരിക്കുന്നവരും സദസ്സിലുള്ളവരും നന്മയുടെ കുടുംബാംഗങ്ങളാണ് എന്നത് ഏറെ സന്തോഷം പകരുന്നുണ്ട്. നന്മയെ സംബന്ധിച്ച് വലിയൊരു പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനൊരു സദസ്സിൽ. പ്രത്യേകിച്ച് കുട്ടികൾ സമ്മാനം മേടിച്ചു പോകുവാൻ ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇവിടെ എത്തിയിട്ടുള്ളതാണ്. എങ്കിലും നന്മയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു.
മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ പ്രവർത്തനം ആരംഭിച്ചിട്ട് 15 വർഷം പൂർത്തിയായി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ കലതൊഴിലായി കഴിയുന്ന കലാകാരന്മാരുടെ അവകാശ സംരക്ഷണത്തിനായും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഒപ്പം നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കലാസാംസ്കാരിക പ്രവർത്തകരെ അവരുടെ വിവിധ കലാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനും അതിന് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2006 നന്മ രൂപപ്പെടുന്നത്. ഇന്ന് നന്മ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തുടനീളം 25,000-ലേറെ അംഗങ്ങളുള്ള കലാകാരന്മാരുടെ ഏറ്റവും വലിയ ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നാനാവിധങ്ങളായ കലാസാംസ്കാരിക ഇടപെടലിലൂടെ അത്തരം ഇടപെടലിലൂടെ നമ്മുടെ കലാസാംസ്കാരിക മനസ്സുകളിൽ ചെറുതല്ലാത്ത ഇടം നേടിയെടുക്കാൻ നന്മയ്ക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം പ്രവർത്തനങ്ങളാണ്. എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഈ കോവിഡ് മഹാമാരി നിശ്ചലമാക്കി എന്നറിയാം. ലോകമാകെ ഗ്രസിച്ച ആ മഹാമാരി നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമല്ല ജനജീവിതം തന്നെ നിശ്ചലമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിലാണ് നന്മ വെറുതെ ഇരിക്കാതെ തന്നെ നവമാധ്യമ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ കലാസംരംഭങ്ങൾക്ക് സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നിരവധിയായ പ്രവർത്തനങ്ങൾ ഇക്കാലയളവിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ നിരവധി യുവപ്രതിഭകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ നന്മയുമായി ഇടപഴകാനും നന്മയുടെ കലാ സംരംഭങ്ങളിൽ പങ്കാളികളാവാനും മുന്നോട്ട് വന്നു. അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നന്മ ബാലയരങ്ങ് എന്നൊരു വേദിക്ക് രൂപം നൽകിയത്. ബാലയരങ്ങിനെ കുറിച്ചൊക്കെ ഇവിടെ ബാലകൃഷ്ണൻ മാഷ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികൾ എല്ലാ രീതിയിലും പലവിധ സ്വാധീനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ജീവിത സാഹചര്യമാണ്, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്. ഈ സ്ഥിതിയിൽ പല അധമ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അവർ വശംബദ്ധരാകുന്നു, അല്ലെങ്കിൽ അവർ അത്തരം പ്രവർത്തനങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നത് വളരെ പരിതാപകരമായ ഒരു സാമൂഹിക അവസ്ഥയാണ്. എന്നാൽ കലാ അഭിമുഖ്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാഭിരുചി പ്രോത്സാഹിപ്പിക്കാനും അതിന് പരമാവധി അവസരങ്ങളൊരുക്കി അവരെ കൂടുതൽ കലയുമായി അടുപ്പിക്കാനും കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ മനസ്സിനെ ഒരു ശുദ്ധീകരണം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക മനസ്സിലേക്ക് അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ്. നമുക്കറിയാം, കലയുള്ളിടത്ത് കലഹമുണ്ടാകില്ല എന്നാണ് പറയുന്നത്. കലാകാരന്റെ മനസ്സിൽ കാലുഷ്യമുണ്ടാവില്ല, അസഹിഷ്ണുത ഉണ്ടാവില്ല. അവൻ എപ്പോഴും രാജ്യത്തിന്റെ നന്മയെക്കുറിച്ചും രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചും രാജ്യത്തെ തിന്മകളെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ചും ഒക്കെയാണ് അവന്റെ ചിന്ത. അപ്പോ നമ്മുടെ കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കി രാജ്യത്തിന് ഉതകുന്നവരാക്കി മാറ്റുക, അവരുടെ ഉയർന്ന സാംസ്കാരിക ബോധത്തിലേക്ക് അവരെ വളർത്തിയെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം തന്നെയാണ് നന്മ ഈ കലോത്സവത്തിലൂടെ ബാലയരങ്ങ് എന്ന
പ്രത്യേക വേദിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നാനാവിധ പ്രവർത്തനങ്ങൾ ബാലരംഗിന്റെ സംഘാടനത്തിന് ശേഷം സംസ്ഥാനത്തെമ്പാടും നമ്മുടെ ജില്ലയിലും വിവിധ ക്യാമ്പുകൾ, പഠന ക്ലാസുകൾ എല്ലാ രീതിയിലും നടക്കുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾ നിശ്ചലമായപ്പോഴാണ് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു ഓൺലൈൻ സംസ്ഥാന കലോത്സവത്തിന് നന്മ വേദിയൊരുക്കിയത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം 12,000-ൽ പരം കുട്ടികൾ, സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 12,000-ൽ പരം കുട്ടികൾ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ കലോത്സവത്തിൽ പങ്കാളികളായി. കലോത്സവത്തിന്റെ സമ്മാനദാന പരിപാടി ഇതുപോലുള്ള ഒരു വേദിയിൽ വെച്ച് അവർക്ക് നൽകണം എന്ന താല്പര്യം നന്മയുടെ സംഘാടകർക്കുണ്ടായിരുന്നു. അവർ സമ്മാനിതരാകുന്നത് അവരുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച്, സഹപാഠികളുടെ മുന്നിൽ വെച്ച് അവർക്ക് കാണാനും അത് നേരിട്ട് അനുഭവിക്കാനും അവസരം ഉണ്ടാകുന്നത് തീർച്ചയായും കുട്ടികളെ കൂടുതൽ മാനസികമായി ഒരു സന്തോഷത്തിലെത്തിക്കും എന്നതുകൊണ്ടാണ് കോവിഡിന്റെ തീവ്രതയിൽ അത്തരം പ്രവർത്തനങ്ങൾ അതിനൊരു അവസരം ഒത്തുവരുമ്പോൾ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചത്. എന്തായാലും ഇവിടെ നാട്ടിക മേഖല ഈ രീതിയിൽ ഈ പരിപാടിയുടെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചു ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഇതിൽ പങ്കെടുത്ത കുട്ടികളെ അഭിനന്ദിക്കുന്നു. ഒപ്പം 2021 കലാമത്സരം ഇതിനകം അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ അയക്കേണ്ട അപേക്ഷകളെ കുറിച്ചൊക്കെ മാഷ് പറഞ്ഞു കാണും. അതിൽ നിങ്ങളും നിങ്ങളോടൊപ്പമുള്ള സഹപാഠികളും അതിൽ പങ്കാളികളാകണം എന്ന് ഈ അവസരത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ, ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച, അതിന് നേതൃത്വം നൽകിയ മേഖലാ കമ്മിറ്റിയെ, അതിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട അംഗങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഇവിടെ ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക്, യുവ പ്രതിഭകൾക്ക് എല്ലാവർക്കും നന്മ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ആദരമാണ്. വിവിധ മേഖലയിൽ പ്രവർത്തിച്ച് അവർക്ക് കിട്ടിയ അവാർഡുകൾക്കും പുരസ്കാരത്തിനും നാട്ടിക മേഖല ആദരവ് നൽകുകയാണ്. രണ്ടാം നാൾ എന്ന സിനിമയുടെ ഗാനരചനയ്ക്ക് 2021 അവാർഡ് കരസ്ഥമാക്കിയ ശ്രീ ഏങ്ങണിയൂർ ചന്ദ്രശേഖരനെ പുരസ്കാരം സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനാണ് നന്മയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രവി കച്ചേരിയെ ക്ഷണിക്കുന്നു. ിലെ കലാമണ്ഡലം ഗുരു സ്മരണ അവാർഡ് കരസ്ഥമാക്കിയ നന്മയുടെ ആജീവനാന്തംഗമായ ശ്രീ പഴുവിൽ ഗോപിനാഥ് ഓട്ടംതുള്ളൽ, ശീതങ്കൻതുള്ളൽ, വൃത്തിയാട്ടം എന്നീ കലകളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പഴുവിൽ ഗോപിനാഥിനെ സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം നൽകുന്നതിനായി ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു. കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകൻ, പാലിയേറ്റീവ് ഗവേണിംഗ് കൗൺസിലർ, തൃശൂർ ജില്ലാ പാലിയേറ്റീവ് വൈസ് പ്രസിഡന്റ്, തിത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോർഡിനേറ്റർ, കഴിഞ്ഞ 25 കൊല്ലമായി നിസ്വാർത്ഥ സേവകനായി പ്രവർത്തിക്കുന്ന റൌഫ് ചേറ്റുവ, കൊറോണ, ക്യാൻസർ, കിടപ്പ് എന്നിവരെ ചേർത്ത് പിടിച്ച് പരിചരിക്കുന്ന ശ്രീ റൌഫ് ചേറ്റുവയ്ക്ക് പുരസ്കാരം നൽകി ആദരിക്കുവാൻ ശ്രീ രവി കച്ചേരിയെ ക്ഷണിക്കുന്നു.
പാലക്കാട് ഇൻസൈറ്റ് ക്രിയേറ്റീവ് ഗ്രൂപ്പ് 11ാമത് അന്താരാഷ്ട്ര ഹാഫ് 2021 ഫെസ്റ്റിവൽ 2021 കൈനാട്ടി മുരളിക ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിച്ച് ലൈഫ് ഓഫ് ലീഫ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് നേടിയ ശ്രീ ഇമ ബാബുവിനെ സഹർഷം ക്ഷണിക്കുന്നു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യം കുട്ടികളുടെ നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും അവരെ പരിഷ്കരിക്കുകയും ചെയ്യുന്ന ശ്രീ നാട്ടിക ദിനേശ് നന്മയുടെ അംഗവും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാണ്. പുരസ്കാരം ഏറ്റുവാങ്ങാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം നൽകുന്നതിനായി ജനറൽ സെക്രട്ടറി ക്ഷണിക്കുന്നു. നന്മ വലപ്പാട് യൂണിറ്റ് ട്രഷററും ഗായികയുമായ ശ്രീമതി മല്ലികാദേവ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ശ്രീമതി മല്ലികാദേവിനെ ആദരവേറ്റുവാൻ ക്ഷണിക്കുന്നു. ആദരവ് നൽകുവാൻ ദേവികച്ചേരി ക്ഷണിക്കുന്നു. പന്ത്രണ്ടാമത് പാർട്ട് വൈൽഡ് ഫിലിംസ് ഭാരത് പി ജെ ആന്റണി സ്മാരക നാഷണൽ അവാർഡ് 2020. അമ്മ എന്ന ഷോർട്ട് ഫിലിമിലൂടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കരസ്ഥമാക്കി ശ്രീ ആലില മുരളി നന്മയുടെ ആജീവനാന്തമാണ്. പുരസ്കാരം നൽകുന്നതിനായി നന്മയുടെ ജില്ലാ ചെയർമാൻ ശ്രീ ബാലകൃഷ്ണ ക്ഷണിക്കുന്നു. ശേഖരി ചന്ദ്രശേഖരൻ എഴുതിയ പാട്ടിനാണ് ആലില മുരളിക്ക് ഈ പുരസ്കാരം കിട്ടിയത്. (2019) മുല്ലനഴി പ്രതിഭാ പുരസ്കാരം കിട്ടിയത് ശ്രീ ആരബി വിദ്യാധരൻ, നന്മ ബാലരംഗം, നന്മ നാട്ടിക മേഖല അജിരംഗമായ ചന്ദ്രമതിയുടെ മകളാണ് ആരബി വിദ്യാധരൻ. പുരസ്കാരം നൽകുന്നതിനായി ബാലകൃഷ്ണ ക്ഷണിക്കുന്നു. ഒരാൾ എത്തിച്ചേർന്നിട്ടില്ല. മാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബസി മറ്റൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെത്തുകൊണ്ട് പ്രതീക്ഷിക്കാം. ബാലരംഗ കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മൊമെന്ററിയുമാണ് നൽകുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2 കൊല്ലം നമ്മളൊക്കെ ജീവിച്ചു. നമ്മള് ഒരു കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളതിന്റെ വിഷമഘട്ടത്തിലേക്ക് കഴിയുക. അദർശനായ ശക്തി നമ്മളെ ഗ്രസിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നൊരു കാര്യം. നമ്മളത് വിചാരിക്കാതെ നമ്മളൊന്നും കാണാത്ത ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് നമ്മുടെ കുട്ടികളാണെന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, കുട്ടികൾ ആണ് ലോകത്ത് കണ്ട് പഠിക്കേണ്ട ഒരു കാലമാണ് അവരുടെ. നമ്മുടെയൊക്കെ വലിയ മുതിർന്നവരുടെ രുചികൾ പോലും നമുക്ക് ബാല്യത്തിൽ കിട്ടിയിട്ടുള്ള രുചികളാണ് നമ്മളൊന്ന് ആസ്വദിക്കുന്നത്. ഓണം, വിഷു, പെരുന്നാള്, എല്ലാ ആഘോഷങ്ങളും നമ്മൾ അറിയുന്നത് കുട്ടികളാകുന്ന ആ പ്രായത്തിലുള്ളൊരു നമ്മുടെ മനസ്സാണ് നമ്മളൊക്കെ ആസ്വദിക്കാൻ പഠിപ്പിച്ചത്. പക്ഷെ കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ബാലരംഗിന് വളരെ പ്രസക്തിയുണ്ട്. നന്മ ചെയ്ത ഈ നന്മയ്ക്ക് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ കുട്ടികളുള്ള സർഗവാസന ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അവരെ നമ്മൾ കൂടെ നിർത്തി വിദ്യാഭ്യാസ രംഗത്ത് പറയുന്ന ഒരു മക്കൾക്കൊപ്പം എന്ന പരിപാടി പോലെ മക്കൾക്കൊപ്പം നടന്ന്
അവരുടെ സർഗവാസനകളെ പോഷിപ്പിക്കുകയും അവർക്ക് ശക്തി പകരുകയും വായനയും കലയും ജീവിതവും ഒക്കെ അവരെ പഠിപ്പിക്കുകയും സ്നേഹം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം തന്നെയാണ് ഏറ്റവും വലുത്. വളരെ സന്തോഷമുണ്ട് നല്ല ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്ക്. അത് സംസ്ഥാന വ്യാപകമായിട്ട് ബന്ധിരായ കുട്ടികൾക്ക് നൽകാൻ കരുത്ത് നൽകി മറ്റൊക്കെ അറിയാലോ. പലരും അറിയാത്ത ആൾക്കാരുണ്ടാവും. അദ്ദേഹത്തിനൊക്കെ നാടകങ്ങൾ നെറ്റിപ്പോകും. സോറിയോക്കെ ക്ലബ് ഡ്രാമയില് നമ്മളെ പഴയ കാലത്ത് പ്രേംകുമാർ എന്നൊക്കെ പറഞ്ഞ നടനൊക്കെ മത്സരിച്ച് അഭിനയിച്ച ലൊക്കേഷൻ സർക്കിൾ പുനഃപരീക്ഷ ഒക്കെ കണ്ട ആളാണ് ഞാൻ. ഭാഷാട്ടിന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അദ്ദേഹത്തിന് പറഞ്ഞൊരു വലിയ മനസ്സാണ് ഈ സംഭവം ഏറ്റെടുത്തത് ബാലയരങ്ങ്. അപ്പൊ അതിന് ഭാഷാട്ടിനോട് നന്ദി. ഉമ്മ ആദരവ് ഏറ്റുവാങ്ങിയവരുടെ പ്രതിനിധിയായിട്ട് ഏകദേശം സംസാരിക്കുകയും ശിവനിമ്മ ബാബു. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് ഒരു സ്വീകരണം തന്നതിൽ വളരെയധികം സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയൊരു ഇതായിട്ടൊന്നും വർക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ആദ്യമായിട്ടൊക്കെ എന്ന് പറയാം ഇങ്ങനൊരു മത്സരത്തിലൊക്കെ പങ്കെടുത്തു. അതിൽ 2 സ്ഥലത്തും അവാർഡ് കിട്ടി. അപ്പോൾ ഈ ഇതിന് എല്ലാവിധ ആദ്യം LP സെക്ഷനാണ്. നടത്തിയ LP മേഖല വരെ മത്സരം ഉണ്ടായിരുന്നപ്പോൾ അനുഷ്ക MS ലളിതഗാനം A ഗ്രേഡ്, കഥാകഥനം A ഗ്രേഡ്. അനുഷ്ക MS LP സെക്ഷൻ. ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് ചന്ദ്രശേഖരനെ ക്ഷണിച്ചു കൊടുക്കും. അനുഷ്ക MS ലളിതഗാനം A ഗ്രേഡ്, കഥാകഥനം A ഗ്രേഡ്. സമ്മാനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ആരും പെട്ടെന്ന് പോകരുത്. നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. ഒറ്റ കുട്ടികളും പോകരുത്. അടുത്ത മിസ്ബ KM ലളിതഗാനം A ഗ്രേഡ്, ആക്ഷൻ സോങ് A ഗ്രേഡ്. മിസ്ബ KM. കയ്യടി പോരാ, കുറച്ചുകൂടെ രാംദാസ് സിയ ആക്ഷൻ സോങ് A ഗ്രേഡ്, കഥാകഥനം A ഗ്രേഡ്. രാംദാസ് സിയ. വേദിക B ആക്ഷൻ സോങ് A ഗ്രേഡ്, ലളിതഗാനം B ഗ്രേഡ്. ദേവപ്രിയ KH ലളിതഗാനം A ഗ്രേഡ്. ദേവപ്രിയ KH ലളിതഗാനം A ഗ്രേഡ്. ദേവപ്രിയ KH. നിതുഷ് കൃഷ്ണ KS കഥാകഥനം A ഗ്രേഡ്, ലളിതഗാനം B ഗ്രേഡ്. നിതുഷ് കൃഷ്ണ. ബാസിയ KB ആക്ഷൻ സോങ് A ഗ്രേഡ്, ലളിതഗാനം C ഗ്രേഡ്, ഫോക്ക് ഡാൻസ് C ഗ്രേഡ്. ബാസിയ. ആദ്യശ്രീ KN പെൻസിൽ ഡ്രോയിങ് A ഗ്രേഡ്, ലളിതഗാനം B ഗ്രേഡ്, നാടോടി നൃത്തം B ഗ്രേഡ്. ബാസിയ KB. ആദ്യശ്രീ KB. ആദ്യശ്രീ KB.
യാമി സൂരജ് ഭരതനാട്യം എ ഗ്രേഡ്. യാമി സൂരജ് ഭരതനാട്യം എ ഗ്രേഡ്. रोशनी पी सजीश ललितानम बी ग्रेड कथाकथनम ए ग्रेड नाडोडी नृत्तम बी ग्रेड. रोशनी पी सजीश. काशीनाथ वीपी कथाकथनम ए ग्रेड ललितानम बी ग्रेड. रोशनी 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 पी सजीश. रोशनी रोशनी काशीनाथ आ गया. काशीनाथ वीपी राइट क्लियर. काशीनाथ वीपी कथाकथनम ए ग्रेड ललितानम बी ग्रेड. आदिदेव पीएस पेंसिल ड्राइंग ए ग्रेड. आदिदेव पीएस पेंसिल ड्राइंग ए ग्रेड. दक्षा जी अरुण पेंसिल ड्राइंग ए ग्रेड. दक्षा जी अरुण. फजार अबू बकर ललितानम बी ग्रेड. फजार अबू बकर ललितानम बी ग्रेड. ध्वनि रागिन ललितानम बी ग्रेड. ध्वनि रागिन ललितानम बी ग्रेड. ध्वनि रागिन श्रीदेवी एमपी ललितानम बी ग्रेड. श्रीदेवी एमपी ललितानम बी ग्रेड. नक्षत्र एमपी ललितानम सी ग्रेड. नक्षत्र एमपी ललितानम सी ग्रेड. दिशिका रतीश फोर्थ ग्रेड सी ग्रेड. दिशिका रतीश फोर्थ ग्रेड सी ग्रेड. श्रीगंगा एमएस ललितानम सी ग्रेड. श्रीगंगा एमएस ललितानम सी ग्रेड. ലളിതഗാനം എ ഗ്രേഡ്. ജില്ല പത്തിഞ്ചല്ല എ ഗ്രേഡ്. ലളിതഗാനം എ ഗ്രേഡ് ജില്ലാ കലോത്സവത്തിൽ വന്നു തന്നെയാണ്. പൗർണമിലാൽ കെ പി മേഖലാ കലോത്സവം ഭരതനാട്യം എ ഗ്രേഡ്. നാടോടി നൃത്തം എ ഗ്രേഡ്. ജില്ലാ കലോത്സവം ഭരതനാട്യം എ ഗ്രേഡ്. നാടോടി നൃത്തം എ ഗ്രേഡ്. Rajot PS pencil drawing A grade, watercolor A grade, Potential B grade, Megla also, Jilla also watercolor A grade, pencil drawing A grade.
നിയ നർഗീസ് വാട്ടർ കളർ എ ഗ്രേഡ്, പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ്, മേഖലാ കലോത്സവം. നിയ നർഗീസ് വാട്ടർ കളർ എ ഗ്രേഡ്, പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ്, മേഖലാ കലോത്സവം. ജില്ലാ കലോത്സവം വാട്ടർ കളർ എ ഗ്രേഡ്, പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ്, നിയ നർഗീസ്. അർത്തന കയ പദ്യം ചൊല്ലൽ എ ഗ്രേഡ്, ഭരതനാട്യം ബി ഗ്രേഡ്, മേഖലാ കലോത്സവം. ജില്ലാ കലോത്സവം മലയാളം പദ്യം ചൊല്ലൽ എ ഗ്രേഡ്, ഭരതനാട്യം ബി ഗ്രേഡ്. ജിയ കെ എസ് ലളിതഗാനം സി ഗ്രേഡ്, പ്രസംഗം മലയാളം എ ഗ്രേഡ്. ജില്ലാ പ്രസംഗം മലയാളം എ ഗ്രേഡ്. അടുത്ത പുരസ്കാരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ദിനേശ്വരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. മഹാദേവ് തോട്ടപ്പള്ളി പ്രസംഗം എ ഗ്രേഡ്, മേഖലാ കലോത്സവം. പ്രസംഗം എ ഗ്രേഡ്, ജില്ലാ കലോത്സവം. മഹാദേവ് തോട്ടപ്പള്ളി. ദേവിയ കെ എസ് നാടൻപാട്ട് എ ഗ്രേഡ്, ലളിതഗാനം ബി ഗ്രേഡ്, പദ്യം ചൊല്ലൽ സി ഗ്രേഡ്, ദേവിക കെ എസ്. ജില്ലാ മേഖലാ കലോത്സവം. ജില്ലാ കലോത്സവം നാടൻപാട്ട് എ ഗ്രേഡ്, ലളിതഗാനം ബി ഗ്രേഡ്. മേഖലയുടെയും ജില്ലയുടെയും സർട്ടിഫിക്കറ്റ് ഒരുമിച്ചുണ്ടായാലും. വിനായക പി എം പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ്, മേഖലാ കലോത്സവം. ജില്ലാ കലോത്സവം പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ്, വിനായക പി എം. അഗസ്ത്യ സുനിൽ ലളിതഗാനം എ ഗ്രേഡ്, മേഖല. ജില്ലാ കലോത്സവം ലളിതഗാനം ബി ഗ്രേഡ്, അഗസ്ത്യ സുനിൽ. തപസ്യജിത്ത് നാടൻപാട്ട് എ ഗ്രേഡ്, ലളിതഗാനം സി ഗ്രേഡ്, പദ്യം ചൊല്ലൽ സി ഗ്രേഡ്, മേഖലാ കലോത്സവം. നാടൻപാട്ട് ബി ഗ്രേഡ്, ലളിതഗാനം ബി ഗ്രേഡ്, ജില്ലാ കലോത്സവം. തപസ്യജിത്ത്. തപസ്യജിത്ത് തപസ്യ മാനസ് മഹേശ്വർ ഭരതനാട്യം എ ഗ്രേഡ്, മേഖല. ഭരതനാട്യം ബി ഗ്രേഡ്, മാനസ് മഹേശ്വർ ഭരതനാട്യം എ ഗ്രേഡ്, മേഖല. ജില്ലാ കലോത്സവം ഭരതനാട്യം എ ഗ്രേഡ്, മാനസ് മഹേശ്വർ. മാനസ് മഹേശ്വർ. ലെന എം എൽ പദ്യം ചൊല്ലൽ എ ഗ്രേഡ്, മേഖലാ കലോത്സവം. പദ്യം ചൊല്ലൽ എ ഗ്രേഡ്, ജില്ലാ കലോത്സവം. സഹസ്ര നിമിൽ പെൻസിൽ ഡ്രോയിങ് ബി ഗ്രേഡ്, പെൻസിൽ ഡ്രോയിങ് ബി ഗ്രേഡ്. സഹസ്ര നിമിൽ പെൻസിൽ ഡ്രോയിങ് ബി ഗ്രേഡ്, ലളിതഗാനം സി ഗ്രേഡ്, പദ്യം ചൊല്ലൽ ബി ഗ്രേഡ്. അടുത്ത സമ്മാനങ്ങൾ കൈമാറുന്നതിന് വേണ്ടി ബാലകൃഷ്ണൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അമിയ പി രാജ് ഭരതനാട്യം ബി ഗ്രേഡ്, ലളിതഗാനം ബി ഗ്രേഡ്, മേഖലാ കലോത്സവം. അമിയ പി രാജ്. അമൃതലക്ഷ്മി പി എസ് ലളിതഗാനം ബി ഗ്രേഡ്, പദ്യം ചൊല്ലൽ സി ഗ്രേഡ്, മേഖലാ കലോത്സവം. ശ്രേയ ശിവറാം ലളിതഗാനം ബി ഗ്രേഡ്, മേഖലാ കലോത്സവം. ശ്രേയ ശിവറാം.
Shreyas Yuram, Lildana B grade. Gerald Vinson, Megala Kalosom, pencil drawing B grade, Lildana B grade. Manas M. Prasad, Megala Kalosom, Lildana C grade, pencil C grade. Kuchipudi A grade, folk dance A grade, Megala Kalosom, folk dance B grade, Bharatanatyam A grade, Kuchipudi A grade, Jilla Kalosom, Krishna M.R. Krishna M.R. Kayyadi Varada. ഒന്നും കൂടെ വന്നു നിരഞ്ജൻ ശ്രീലക്ഷ്മി ഭരതനാട്യം A grade, മോഹിനിയാട്ടം A grade, folk dance A grade, Megala Kalosom, Jilla Kalosom, Bharatanatyam A grade, Mohiniyattam A grade, folk dance A grade, state Kalosom, Bharatanatyam A grade, Mohiniyattam A grade, Niranjan Sri Lakshmi. Niranjan Sri Lakshmi. Devapriya Devi, Bharatanatyam A grade, watercolor A grade, Mohiniyattam A grade, Megala Kalosom, Jilla Kalosom, Bharatanatyam A grade, Mohiniyattam A grade, watercolor B grade, Devapriya Devi. Devananda K.S., Lalitagaanam A grade, classical music A grade, Megala Kalosom, Lalitagaanam A grade, classical music B grade, Jilla Kalosom. Devananda K.S. Rusana Fatima B.A. Maplapot A grade, Padinchulal A grade, Lalitagaanam B grade, Megala Kalosom, Jilla Kalosom, Lalitagaanam B grade, Maplapot A grade, Padinchulal A grade, state level Maplapot B grade. Rusana Fatima. Devika PD, Kavita Rajana A grade, pencil drawing A grade, Megala Kalosom, Kavita Rajana A grade, pencil drawing B grade, Jilla Kalosom. Devika PD. Devika PD. Chandrapuja K.S., folk dance A grade, Megala Kalosom, folk dance B grade, Jilla Kalosom. Chandrapuja K.S. Chandrapuja K.S. Prithudha B.S. folk dance, folk song A grade, Padinjalal B grade, Lalitagaanam C grade, Megala Kalosom, Padinjalal A grade, folk song A grade, Jilla Kalosom. Prithudha B.S. Prithudha B.S. Avani V.V. Avani V.V. Padinjalal A grade, Maplapot A grade, Megala Kalosom, Jilla Kalosom, Padinjalal A grade, Maplapot A grade, state level Padinjalal C grade. Aromal S. Kumar. Aromal S. Kumar, Katharajana A grade, Jilla A grade, state level A grade. Aromal S. Kumar, Katharajana, Jilla, Megala state A grade. B grade, Jilla Dalam. Abhishek Pavitran. Abhishek Pavitran. Whatever. എല്ലാരും കൈയടിക്കടാ കാണിക്കാറാണോ Gopika K. Pradeep, classical music A grade, Lalitagaanam B grade, Padinjalal C grade, Megala Kalosom, Lalitagaanam A grade, classical music B grade, Jilla Kalosom. Gopika K. Pradeep. Gauri Krishna B.U., Prasanga Malayalam A grade, Prasanga Malayalam A grade, Jilla Kalosom. Gauri Krishna B.U.
അബിത ബാബുരാജ് ലളിതഗാനം സി ഗ്രേഡ്. അബിത ബാബുരാജ് ലളിതഗാനം സി ഗ്രേഡ്. അനാമിക ഹരീഷ് കുമാർ പദ്യഞ്ജലൽ സി ഗ്രേഡ്. അനാമിക ഹരീഷ് കുമാർ. അനാമിക മേഖല കുച്ചിപ്പുടി ഗ്രേഡ് മേഖലാതലം ജില്ലാ കലോത്സവം ഫോക്ക് ഡാൻസ് ഗ്രേഡ് ഭരതനാട്യം ഗ്രേഡ് കുച്ചിപ്പുടി ഗ്രേഡ് സ്റ്റേറ്റ് കലോത്സവം ഫോക്ക് ഡാൻസ് ഗ്രേഡ് ഭരതനാട്യം ഗ്രേഡ് കുച്ചിപ്പുടി ഗ്രേഡ് ജിനേഷ് കേജ്. ജിനേഷ് ശരണ്യ ടി യു ഭരതനാട്യം ഗ്രേഡ് കേരള നടനം ഗ്രേഡ് ഫോക്ക് ഡാൻസ് ഗ്രേഡ് മേഖലാ കലോത്സവം ഭരതനാട്യം ഗ്രേഡ് കേരള നടനം ഗ്രേഡ് ഫോക്ക് ഡാൻസ് ബി ഗ്രേഡ് സ്റ്റേറ്റ് കലോത്സവം കേരള നടനം എ ഗ്രേഡ് ശരണ്യ ടി യു. അക്ഷയ പവിത്ര ലളിതഗാനം എ ഗ്രേഡ് പദ്യം ചൊല്ലൽ എ ഗ്രേഡ് ക്ലാസിക്കൽ മ്യൂസിക് എ ഗ്രേഡ് മേഖലാ മത്സരം. ലളിതഗാനം എ ഗ്രേഡ് പദ്യം ചൊല്ലൽ എ ഗ്രേഡ് ക്ലാസിക്കൽ മ്യൂസിക് എ ഗ്രേഡ് ജില്ലാ കലോത്സവം സ്റ്റേറ്റ് ലെവൽ ലളിതഗാനം എ ഗ്രേഡ് ക്ലാസിക്കൽ മ്യൂസിക് ബി ഗ്രേഡ്. ആരബി വിദ്യ കവിതാ രചന എ ഗ്രേഡ് ഉപന്യാസ രചന എ ഗ്രേഡ് മേഖലാതലം കവിത രചന എ ഗ്രേഡ് ഉപന്യാസ രചന എ ഗ്രേഡ് ജില്ലാ കലോത്സവം. ആരബി വിദ്യ അരുന്ധതി ബി ലളിതഗാനം എ ഗ്രേഡ് പദ്യം ചൊല്ലൽ എ ഗ്രേഡ് മേഖലാ കലോത്സവം ലളിതഗാനം എ ഗ്രേഡ് പദ്യം ചൊല്ലൽ എ ഗ്രേഡ് ജില്ലാ കലോത്സവം. അമൻ ശ്രീനിവാസ് ഓട്ടംതുള്ളൽ എ ഗ്രേഡ്. അമൻ ശ്രീനിവാസ് ഓട്ടംതുള്ളൽ എ ഗ്രേഡ് ജില്ലാ സ്റ്റേറ്റ് ഓട്ടംതുള്ളൽ എ ഗ്രേഡ്. ഭുവനേശ്വരി എ പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ് മേഖലാ കലോത്സവം പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ് ജില്ലാ കലോത്സവം. ഭുവനേശ്വരി എ. അമലകൃഷ്ണ പി പി പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ് മേഖലാതലം പെൻസിൽ ഡ്രോയിങ് എ ഗ്രേഡ് ബി ഗ്രേഡ് ജില്ലാ. സനോഷോക് സ്വൽവൈശാഖം ദിനേശ് കാനം അവർക്കുള്ള നന്ദിയും കടപ്പാടും എന്ന നിർണായകമായി സൂക്ഷിക്കുന്നു. ആ കഴിഞ്ഞ കലോത്സവത്തെ കുറിച്ച് ശിവാൻ സ്വൽവൈശാഖം നിങ്ങൾ സംസാരിക്കും. വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലത്ത് കുട്ടികളുടെ മാനസികോല്ലാസത്തിന് വേണ്ടി മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സംസ്ഥാന തലം വരെ അണിയിച്ചൊരുക്കിയ ബാലയറിന് വൻ വിജയമായിരുന്നു. നാട്ടിക മേഖലയിൽ നിന്ന് ഒട്ടനവധി കുട്ടികൾ സംസ്ഥാന തലം വരെ എത്തുകയും സമ്മാനം നേടുകയും ചെയ്തു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഈ ഒരു സംഭവം കോർഡിനേറ്റ് ചെയ്യാൻ. ഞങ്ങൾ മാത്രമല്ല, സംസ്ഥാന തലം വരെ. ഈ പ്രോഗ്രാം വിജയിപ്പിച്ചത് സത്യത്തിൽ നിങ്ങളാണ്. ഈ വിജയത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. എല്ലാവരെയും ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി. എന്താ പറയാ, ആശംസ പറയാനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഈ ബാലയറിന് പരിപാടിയിൽ പങ്കെടുത്തവർക്കും
സമ്മാനാർഹരായവർക്കും ഒറ്റവാക്കിൽ ഞാൻ ആശംസ പറയുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ആശംസ അറിയിക്കുന്നത് ഇതിനുവേണ്ടി കുട്ടികളെ പ്രേരിപ്പിച്ച അവരുടെ രക്ഷിതാക്കൾക്കാണ്. ഇതുപോലൊരു കോവിഡ് കാലഘട്ടത്തിൽ ഇങ്ങനൊരു ഓൺലൈൻ കലാമത്സരം നടക്കുമ്പോൾ ഈ മത്സരത്തിലേക്ക് വേണ്ടി കുട്ടികളെ അതിനുവേണ്ടി പ്രാപ്തരാക്കിയ, അതിനുവേണ്ടി തയ്യാറെടുപ്പിച്ച അവരുടെ രക്ഷിതാക്കളും അതിനുവേണ്ടി പ്രയത്നിച്ച അവരുടെ അധ്യാപകർക്കും ആശംസയാണ് അവർ ആദ്യം കൊടുക്കുന്നത്. പരിപാടികൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വരും വർഷങ്ങളിലും നന്മ എന്ന കൂട്ടായ്മയിലെ എല്ലാ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ബാലശേഖരൻ പറഞ്ഞ പോലെ വരും വർഷങ്ങളിലെ പരിപാടികൾ ഇനിയും ഞാനൊന്നും പറഞ്ഞു, നമ്മൾ പ്രൈസിന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള പ്രൈസ് ജഡ്ജസ് തീരുമാനിക്കുന്നതാണ്. പക്ഷെ ആ പരിപാടിയിൽ നമുക്ക് കിട്ടുന്നൊരു പരിപാടിയിൽ നമ്മുടെ കഴിവുകൾ എങ്ങനെ പ്രകടിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വളരെയധികം സന്തോഷം. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. പങ്കെടുത്തവർക്കും സമ്മാനാർഹരായവർക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ധർമ്മനാട്യ മേഖല വൈസ് പ്രസിഡന്റും മലപ്പാട് യൂണിറ്റ് സെക്രട്ടറിയുമായ ശ്രീ അഞ്ജോസ് താടിക്കാരനെ ആശംസ അറിയിക്കാൻ ചെയ്യുന്നു. ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത, ഇനി അടുത്ത വർഷം പങ്കെടുക്കാൻ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നന്മയുടെ ഡായന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ ഈ സമ്മാനദാനവും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയ ഭാരവാഹികൾക്കും എല്ലാവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ്. ഇവിടെ ഈ ബാലകലോത്സവത്തിൽ പങ്കെടുത്ത് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ഈ വേദിയിലേക്ക് കടന്നു വരാം. നിങ്ങൾ മത്സരിക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതിനെക്കുറിച്ച് ആരെങ്കിലും 1-2 വാക്ക് പറയും. മിടുക്കന്മാരായി മിടുക്കലായ ഒട്ടനവധി കുട്ടികളുടെ ആരാധ്യം പറയും എന്നത് വേണ്ട, ആർക്കും കടന്നു വരാം, ധൈര്യമായിട്ട് വരും. എന്റെ പേര് ആരോമലാണ്. ഞാനിപ്പോ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള സന്തോഷമുണ്ടത്. നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. പിന്നെ നല്ലപോലെ ചെയ്യാൻ പറ്റിയത് ഞാൻ അഭിമാനിക്കുന്നു. എന്റെ പേര് നിതീഷ് കൃഷ്ണ. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഞാനുള്ള എല്ലാവർക്കും കിട്ടിയ പ്രൈസുകൾക്ക് എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നൽകുന്നു. എന്റെ കൊച്ചു
ആയോ